ഈ മിറ്റവും പരിസരവും പറമ്പും ഒക്കെ തെളിഞ്ഞൊക്കെ കിടപ്പുണ്ട്. എന്നാലും ഒന്നുകൂടെ വൃത്തിയാക്കണം കേട്ടോ ചേട്ടാ. പിന്നെ ഞാനല്ലേ വൃത്തിയാക്കണേ, അവള് വേണമെങ്കിൽ അടിച്ചു വാരിയിട്ടുള്ളൂ. അത് ആരെ കൊണ്ടേലും വൃത്തിയായി. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുറ്റത്തോട് വരുമ്പോൾ പാമ്പിനെ കണ്ടു. ഓഹോ. ഇപ്പൊ എല്ലാം ഇറങ്ങി നമ്മളെ പറമ്പിൽ കൂടെയും മുറ്റത്തൂടെയും പരിക്കാത്തൂടെ വരെ കയറുക. പാമ്പിന് ചൂട് കൊണ്ട് എന്താ വെളിയിൽക്കൂടെ ഇറങ്ങി നടക്കണമെന്ന് നിൽക്കുന്നേ. പേർക്ക് അങ്ങനെ അപകടം സംഭവിച്ചു. നമുക്കിവിടെ ആർക്ക് ഈ പരിസരത്തെ ഒന്നും ഈ ആന്റിവനം ഒന്നും ഉള്ള ആശുപത്രി ഇല്ല. ആന്റിവനം ഒക്കെ ഇവിടെ ഉണ്ടെന്ന്. എവിടെ ഉണ്ട്? ഇവിടെ വലിയ വനം ഉണ്ടല്ലോ, അങ്ങോട്ട് കൊണ്ടിട്ടാ പറയാ. ഇവിടെ വലിയ വനം ഉണ്ടെന്ന്. അത് കൊള്ളാലോ. അങ്ങനെ ആർക്കെങ്കിലും വല്ലതും പറ്റിപ്പോയാ വനത്തിലേക്കാണോ കൊണ്ടിടുന്നത്? പിന്നെ അങ്ങനെ വനത്തിലല്ലേ പാമ്പിനെ കൊണ്ടുവിടണേ? പാമ്പിനെ കൊണ്ടുവിടുന്ന കാര്യമല്ല പറഞ്ഞേ, മനുഷ്യനെ വല്ലതും പറ്റിയെങ്കിൽ കൊണ്ടുപോകണ്ടേ? ആന്റി വനത്തിലേക്കോ? ആന്റിവനം ഉള്ളിടത്തേക്ക്. എവിടെയാ അത്? വേറെ നീ പറഞ്ഞ ഈ വനം അല്ലാണ്ട് ഇത് ആന്റിവനം എന്ന് പറഞ്ഞ എന്നത് വനത്തിന്റെ കാര്യമല്ല പറഞ്ഞേ. പിന്നെ എന്നതാ? മനുഷ്യന് ഇഞ്ചക്ഷൻ ചെയ്യുന്ന എന്തോ ഒരു മരുന്നാത്. ഓ, മരുന്ന്. അതിന്റെ ഇടയ്ക്ക് ആന്റിവനം എന്ന് പറഞ്ഞാൽ വനത്തിൽ കൊണ്ടുവിടുകയാണോ? നീ നിന്റെ ചെരുപ്പ് കാണിക്കാൻ വന്നല്ലേ, നീ വലിയ ആദ്യമൊന്നും അടിക്കണ്ട. ചെരുപ്പോ? ഇത് കണ്ട നല്ല ചെരുപ്പല്ലേ? ചെരുപ്പ് വലിയ കുഴപ്പമൊന്നുമില്ല. നിന്റെ തന്നെയാണ് അതേപോലെ അമ്പലത്തിൽ പോയപ്പോൾ മാറി കിട്ടുണ്ടോ എന്നാണോ? അതേ വേണ്ടാനും പറയണ്ടേ. ഇത് ഞാൻ ഓൺലൈനിൽ വരുത്തിയ ചെരുപ്പാണ്. ഓൺലൈന്? നല്ല സൂപ്പറാ, വിലക്കുറവുണ്ട്, അടിപൊളി. വിശേഷമൊന്നുമില്ല, ഞാൻ ഇത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ. നീ പറ്റുമെങ്കിൽ കണ്ടെങ്കിൽ അതിന്റെ വാലെ പിടിച്ചാൽ കൊണ്ട് ആന്റിവനത്തിലൊക്കെ എവിടെ കൊണ്ട് വിട്ടാൽ പോരായിരുന്നു. ആന്റിവനത്തിലേക്ക് കയറ്റി വിട്. എന്നാ പിന്നെ ഞാൻ പറഞ്ഞത് നീ പേടിക്കണ്ട, എന്നാണല്ലോ നിന്നെ കാണുമ്പോൾ പാമ്പ് പേടിച്ച് ഓടിക്കോളൂ. നിന്നെ പേടിയോ പാമ്പിന്? അങ്ങനെ പറയും, തോന്നും കണ്ടാല്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നടന്നാൽ കൊള്ളാം. അത് പറയാനാ ഞാൻ വന്നേ. എല്ലാവരും ശ്രദ്ധിക്കണം. മുറ്റത്തേക്ക് ഇറങ്ങിയാലും രാത്രിക്കാണേലും വെളിച്ചമില്ല ഒന്നും പോരുത്. പറമ്പിൽ കിടക്കണം. നീ എവിടെ കണ്ട് പോയപ്പോ ചവിട്ടി കിട്ടിയെന്ന് പറയട്ടെ, ട്രെയിനിൽ കണ്ടാരേ. പിന്നെ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ചോ. ഞാൻ അത് പറയാൻ വേണ്ടി മാത്രം. അത് അറിഞ്ഞറിയാൻ വേണ്ടി വന്നാ. അയ്യോ, അതേക്കൂടെ ആന്റിവന മക്കളെ.